ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് 2 മാസമാകാൻ പോവുകയാണ്. ഹോർമൂസ് എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയിലേക്ക് ഇപ്പോഴും US സൈന്യത്തിന് പൂർണ്ണമായും കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം സ്വാം ഓഫ് ബോട്ട്സ് എന്നറിയപ്പെടുന്ന ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്കിംഗ് ബോട്ടുകളാണ്. എന്താണ് ഈ മേഖലയിൽ US-ന്റെ പടക്കപ്പലുകൾക്ക് നേരെ ബോട്ടുകൾ കൊണ്ട് ഇറാൻ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് US നാവിക മേധാവിയുടെ സ്ഥാനം തെറിക്കലിന് വരെ കാരണമാകുന്നത്? ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് US നാവികപ്പടയുടെ നീക്കമായിരിക്കും. ഈ യുദ്ധം തുടങ്ങിയ ശേഷം പലതവണ പലതും പറയുന്ന US പ്രസിഡന്റിനെ നമ്മൾ കണ്ടു. യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയുടെ സൈനിക നേതൃസ്ഥാനങ്ങളിൽ വരുന്ന ടെർമിനേഷനുകളും നിർബന്ധിത വിരമിക്കലും കണ്ട് അന്താളിക്കുന്നുണ്ട് സൈനിക ലോകം. ആദ്യം കരസേനയിൽ, ഇപ്പോൾ നാവികസേനയിലും. രണ്ടിനും ഇറാൻ യുദ്ധവുമായി നേരിട്ട് ബന്ധം വരുന്നത് എങ്ങനെയാണെന്നതിന് ഉത്തരങ്ങളാവുകയാണ്. എന്താണ് നാവിക സൈന്യത്തിന് ഹോർമൂസിലേക്ക് കടക്കാനാകാത്ത വിധം തടയുന്നത്? അതെങ്ങനെയാണ് അമേരിക്കൻ സൈനിക നേതൃത്വത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്? അതറിയാൻ ഹോർമൂസിലേക്ക് തന്നെ പോകണമെന്ന് പറയുകയാണ് US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ. നേരത്തെ കരയുദ്ധത്തിലേക്ക് കടക്കാതെ US പിന്മാറി നിൽക്കുന്നു. അത് സമ്പൂർണമായ പിന്മാറ്റമാണെന്ന് പറയാനാകില്ല. പഴയ യുദ്ധതന്ത്രവുമായി ചെല്ലാവുന്ന ഇടമല്ലെന്ന ബോധ്യത്തിൽ നിന്നുള്ള ഉൾവലിവാണ്. സമാനമാണ് ഹോർമൂസിലെ ജലപാതയിലും ഇപ്പോൾ സ്ഥിതി. അമേരിക്കൻ നാവികസേനയെയും ലോകത്തെ വാണിജ്യ കപ്പലുകളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തി ഹോർമൂസിന്റെ തിരയിളക്കം തുടങ്ങിയിട്ട് ഇതിപ്പോൾ മാസം 2 ആവുകയാണ്. 1980കളിലെ പടക്കപ്പലുകളല്ല ഇപ്പോൾ ഇവിടെ തിരമാലകളെ കീറിമുറിച്ച് എത്തുന്നത്. ഹോർമൂസിന്റെ ഇറാൻ തീരത്തെ കൂറ്റൻ പാറക്കെട്ടുകൾക്ക് താഴെയുള്ള ടണലുകളിൽ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന ചെറു ബോട്ടുകളാണ്. ഇറാന്റെ പരമ്പരാഗത നാവികസേനയെ തകർത്തെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഫാസ്റ്റ് അറ്റാക്ക് ഷിപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെറുബോട്ടുകൾ അമേരിക്കൻ സൈന്യത്തിന് ചില്ലറ തലവേദനയല്ല. അതിവേഗത്തിൽ വരികയും മിന്നലാക്രമണം നടത്തി കടന്നുകളയുകയും ചെയ്യുന്ന ഈ ഗൺബോട്ടുകൾ നിസ്സാരമല്ല. മറിച്ച് അത്യാധുനിക മെഷീൻ ഗണ്ണുകളും റോക്കറ്റ് ലോഞ്ചറുകളും ആന്റി ഷിപ്പ് മിസൈലുകളും വഹിക്കാൻ ശേഷിയുള്ളവയാണ്. 4 പതിറ്റാണ്ട് നീണ്ട ഉപരോധക്കാലത്ത് ഇറാൻ വികസിപ്പിച്ച പുതിയ പദ്ധതിയാണിത്. ഇവക്ക് അമേരിക്കൻ പടക്കപ്പലുകളെ വല്ലതും ചെയ്യാൻ കഴിയുമോ? ഇല്ല എന്നാണ് ഒറ്റവാക്കിലെ ഉത്തരമെങ്കിലും അമേരിക്കൻ സൈന്യം ഇവയെ ചെറുതായല്ല കാണുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇറാന്റെ ഈ അസിമെട്രിക്കൽ യുദ്ധതന്ത്രത്തിന്റെ കരുത്ത് നിലനിൽക്കുന്നത് അവരുടെ തീരപ്രദേശങ്ങളിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിലാണ്. ഇറാനിയൻ തീരങ്ങളിൽ സമുദ്രത്തോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന രഹസ്യ ടണലുകളിലാണ് നൂറുകണക്കിന് ഫാസ്റ്റ് ബോട്ടുകൾ ഒളിപ്പിച്ചിരിക്കുന്നത്. ഉപഗ്രഹങ്ങൾക്കോ അത്യാധുനിക റഡാറുകൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം മലനിരകൾക്ക് താഴെ തീരത്തോട് ചേർന്നുള്ള ഈ തുരങ്കങ്ങളിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ബോട്ടുകൾ കടലിലേക്ക് കുതിക്കും. ഈ തുരങ്കങ്ങൾ നേരിട്ട് കടലിലേക്ക് തുറക്കുന്ന രീതിയിലാണ് ഇവയുടെ ക്രമീകരണം. അതിനാൽ ഒരു മിന്നലാക്രമണം നടത്താൻ ഉത്തരവ് ലഭിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ബോട്ടുകൾക്ക് കടലിലേക്ക് കുതിക്കാനും ആക്രമണത്തിന് ശേഷം തിരികെ സുരക്ഷിതമായി ഈ ഗുഹകൾക്കുള്ളിലേക്ക് മറയാനും സാധിക്കുന്നു. ഈ ടണലുകളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ നിർമ്മാണ വൈദഗ്ധ്യമാണ്. ശത്രുരാജ്യങ്ങളുടെ കനത്ത ബോംബാക്രമണങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള കോൺക്രീറ്റ് കവചങ്ങൾ ഈ തുരങ്കങ്ങൾക്കുണ്ട്. ഈ സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ ബോട്ടുകൾക്ക് ആവശ്യമായ ഇന്ധനം നിറയ്ക്കാനും ആയുധങ്ങൾ ഘടിപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങളുമുണ്ട്. ചില ടണലുകൾ കടലിനടിയിലൂടെയുള്ള കവാടങ്ങൾ വഴിയാണ് പുറത്തേക്ക് തുറക്കുന്നത്. ഇത് ബോട്ടുകളുടെ സഞ്ചാരം കൂടുതൽ രഹസ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സാധാരണ വാണിജ്യ കപ്പലുകൾക്കിടയിലോ സിവിലിയൻ ബോട്ടുകൾക്കിടയിലോ ഇവക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ കഴിയുമെന്നത് US സൈന്യത്തിന് ഇവയെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. വലിയ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ആന്റി ഷിപ്പ് മിസൈലുകൾ കൂടി ഇത്തരം ബോട്ടുകളിൽ ഘടിപ്പിക്കുന്നത് അമേരിക്കൻ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി മാറിയിട്ടുണ്ട്. IRGC പെർമിറ്റില്ലാതെ പോകുന്ന ചരക്കു കപ്പലുകൾക്ക് ഇവ ഭീഷണിയായി നിലനിൽക്കുന്നു. അതാണ് പോയ വാരം ലോകം കണ്ടത്. എന്തുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ നാവികതന്ത്രത്തിൽ ഇത്തരമൊരു മാറ്റം വരുത്തിയതെന്ന് നോക്കാം. 1980കളിലെ പ്രസിദ്ധമായ ടാങ്കർ യുദ്ധം നൽകിയ പാഠങ്ങളാണ് ഇതിന് പ്രധാന കാരണം.
അന്ന് അമേരിക്കൻ നാവികസേനയുടെ കരുത്തിനു മുന്നിൽ ഇറാന്റെ വലിയ യുദ്ധക്കപ്പലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നേരിട്ടുള്ള യുദ്ധത്തിൽ വലിയ കപ്പലുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും തകർക്കാനും കഴിയും. അത് അന്ന് ഇറാൻ മനസ്സിലാക്കി. ഈ തിരിച്ചറിവിൽ നിന്നാണ് ശത്രുവിന് എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാൻ കഴിയാത്ത എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ചെറിയ ബോട്ടുകളുടെ വൻ കൂട്ടത്തെ അഥവാ സ്വാം ഓഫ് ബോട്ട്സ് സൃഷ്ടിക്കുന്നത്. വലിയൊരു കപ്പലിനെ നേരിടാൻ നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ ഒരേ സമയം വിവിധ ദിശകളിൽ നിന്നും ആക്രമണം നടത്തും. ചിലതിനെയെല്ലാം തകർത്താലും ബാക്കിയുള്ളവയ്ക്ക് വലിയ കപ്പലുകളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുത്താനുള്ള സാധ്യത ഇവിടെ വർദ്ധിക്കുന്നു. അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി നേരിടുക എന്നത് സങ്കീർണമാണ്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഈ ബോട്ടുകളിലുണ്ട്. അതായത് നേരത്തെ തോളിലേറ്റി മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന ആന്റി ടാങ്ക് മിസൈലുകൾ. ഇവ ഉപയോഗിച്ച് കരയിൽ നിന്നും ഇറാൻ US വിമാനങ്ങൾ വീഴ്ത്തിയിരുന്നു. മറ്റൊരു പ്രതിസന്ധിയും ഇതിലുണ്ട്. മണൽക്കാറ്റോ കടലിലെ ഉയർന്ന തിരമാലകളോ ഉള്ള സമയങ്ങളിൽ ഈ ചെറിയ ബോട്ടുകളെ കണ്ടെത്തുന്നത് റഡാറുകൾക്ക് പ്രയാസമാണ്. വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കാനും സമുദ്രപാതയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനും ഇറാന്റെ ഈ ബോട്ടുകളെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് US മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ലഭിച്ച ഇന്റലിജൻസ് വിവരങ്ങളെക്കാൾ വലുതായിരുന്നു ഇറാന്റെ ആയുധങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും വിവരങ്ങളെന്നതും പെന്റഗൺ സ്ഥിരീകരിക്കുന്നു. ഭൂഗർഭ താവളങ്ങൾക്ക് പുറമെ ഇറാൻ ഈ ബോട്ടുകളെ സിവിലിയൻ ബോട്ടുകൾക്കിടയിലും ഒളിപ്പിക്കാറുണ്ട്. ഇറാന്റെ കടൽ തീരത്തെ നിരവധി ചെറിയ ദ്വീപുകളിലും അവിടുത്തെ മീൻപിടുത്ത ബോട്ടുകൾക്കിടയിലും ഇത്തരം സൈനിക ബോട്ടുകളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകതകളായ ചെങ്കുത്തായ മലനിരകളും ഉൾക്കടലുകളും അഥവാ ഇൻലെറ്റ്സും ചേർന്ന് ഇറാൻ ഇത്തരം ഒളിത്താവളങ്ങൾ ഒരുക്കാൻ പ്രകൃതിദത്തമായ സഹായവും നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ കടലിനോട് ചേർന്നുള്ള ഈ വമ്പൻ ഗുഹകളും രഹസ്യ തുരങ്കങ്ങളുമാണ് ഇറാന്റെ അസമമായ യുദ്ധതന്ത്രത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത്. ഇതിനിടയിലാണ് അമേരിക്കൻ നാവികസേനാ മേധാവിയുടെ മാറ്റത്തിന്റെ വാർത്തകൾ വരുന്നത്. പലപ്പോഴും ഇതെല്ലാം ഔദ്യോഗികമായ സ്ഥാനമൊഴികളുടെ ഭാഗമാണെന്ന് പറയാമെങ്കിലും ഇറാൻ യുദ്ധമുഖത്തെ നിലവിലെ തിരിച്ചടികൾ ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. പരമ്പരാഗത നാവികസേനയെ തകർക്കുന്നതിൽ US വിജയിച്ചെങ്കിലും ഇറാന്റെ തീരദേശ തുരങ്കങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ചെറുബോട്ടുകളെയും അവയുടെ മിന്നലാക്രമണ ശേഷിയെയും കൃത്യമായി വിലയിരുത്തുന്നതിൽ നേതൃത്വത്തിന് പാളിച്ചകൾ സംഭവിച്ചതായി US-നകത്ത് വിമർശനമുണ്ട്. കൊയോട്ട് പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇറാന്റെ സ്വാം ആക്രമണങ്ങളെ നേരിടാൻ കഴിയാത്തത് പദവികളിൽ മാറ്റം വരുത്താൻ വാഷിംഗ്ടണിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇറാനിലെ സൈനിക വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ US ഇന്റലിജൻസ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാനാകില്ല. പക്ഷേ ഇറാന്റെ ഭൂഗർഭ താവളങ്ങളുടെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയുന്നതിൽ വലിയ പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം മലകൾക്കിടയിലും കടലിനടിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ നാവിക ശൃംഖല US ചാര സംഘടനയായ CIA-ക്കും ഇസ്രായേലിന്റെ മൊസാദിനും വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ സൈനികരിൽ നിന്നും സൈനികരിലേക്ക് നേരിട്ട് കൈമാറുന്ന രീതിയിലാണ്. ഇതിനാൽ തന്നെ ഇലക്ട്രോണിക് ചോർത്തലുകൾ വഴിയുള്ള വിവരശേഖരവും ദുഷ്കരമായി. ഇസ്രായേലിന്റെ കാര്യമെടുത്താൽ സമാനമായ വെല്ലുവിളിയാണ് നേരിടുന്നത്. ലെബനാനിലെ ഹിസ്ബുള്ളയുടെയും ഗസയിലെ ഹമാസിന്റെയും തുരങ്ക ശൃംഖലകൾ തിരിച്ചറിയുന്നതിൽ നേരിട്ട പ്രയാസങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ് ഇറാനിലും. ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ ഒരിടത്ത് കേന്ദ്രീകരിക്കാതെ രാജ്യത്തുടനീളം ചിതറിച്ചു വെച്ചിരിക്കുന്നതിനാൽ ഒരു വലിയ ആക്രമണത്തിലൂടെ അവയെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഇസ്രായേലിനും US-നും ഒരുപോലെ പ്രയാസകരമാണ്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ അപ്രതീക്ഷിത നീക്കങ്ങൾ തടയാൻ കഴിയാത്തത് തന്ത്രപരമായ മുൻതൂക്കം ഇറാൻ നേടിയെടുക്കുന്നതിന്റെ സൂചനയായാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഇറാന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങളും അസിമെട്രിക് യുദ്ധതന്ത്രങ്ങളും പടിഞ്ഞാറൻ സഖ്യശക്തികളെ സൈനിക തന്ത്രങ്ങൾ അടിമുടി പരിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി വൈകലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധമുറകൾ കൊണ്ട് മാത്രം ഇറാനെ തളയ്ക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ US-ഉം ഇസ്രായേലും പ്രധാനമായും ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. വലിയ വിമാനവാഹിനി കപ്പലുകളെയും
യുദ്ധക്കപ്പലുകളെയും മാത്രം ആശ്രയിക്കുന്നതിന് പകരം ചെറിയ ബോട്ടുകളെ നേരിടാൻ ശേഷിയുള്ള വേഗതയേറിയ ചെറിയ കപ്പലുകളും ഡ്രോണുകളും അമേരിക്ക കൂടുതൽ വിന്യസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറാന്റെ ബോട്ട് സ്വാം തന്ത്രത്തെ നേരിടാൻ സമാനമായ രീതിയിൽ നൂറുകണക്കിന് ചെറിയ ആളില്ലാ ബോട്ടുകളെ അഥവാ USVS ഉപയോഗിക്കുന്ന പദ്ധതികൾ US നാവികസേന ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിലൂടെ വലിയ കപ്പലുകൾക്ക് അപകടമുണ്ടാക്കാതെ തന്നെ ശത്രുവിന്റെ ബോട്ടുകളെ തടയാൻ കഴിയുമെന്നാണ് US സൈന്യത്തിന്റെ വിശ്വാസം. പക്ഷേ ഇതെല്ലാം പരീക്ഷണമായിരിക്കും. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഹോർമസിനോട് ചേർന്നുള്ള ഉയർന്ന മലനിരകളാണ്. ഇവയിൽ നിന്നും US കപ്പലുകളെ കൃത്യമായി ലക്ഷ്യം വെക്കാൻ ഇറാന് സാധിക്കും. അതുകൊണ്ടാണ് ഹോർമോസിന് പുറത്തായി ഉപരോധത്തിലൂടെ US സൈന്യം ഇപ്പോഴും തുടരുന്നത്. ഹോർമോസിന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്ന് USനും കൃത്യമായി അറിയാം. അതുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു മാത്രമേ ഹോർമൂസിലേക്ക് USന് പ്രവേശിക്കാൻ കഴിയൂ. ഇതിനു പുറമെ ഇറാന്റെ ഭൂഗർഭ ടണലുകളും ഒളിത്താവളങ്ങളും കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ USഉം ഇസ്രായേലും സംയുക്തമായി വികസിപ്പിക്കുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും വിശകലനം ചെയ്ത് ഭൂമിക്കടിയിലെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇറാനിയൻ ബോട്ടുകളിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും മിസൈലുകളുടെ ഗൈഡൻസ് സിസ്റ്റവും തകർക്കാൻ ശേഷിയുള്ള ഇലക്ട്രോണിക് വാർഫെയറും ഇപ്പോൾ കൂടുതൽ മുൻപന്തിയിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇതെല്ലാം മറികടക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ പറയുന്നു. US-ഇസ്രായേൽ സഖ്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിരോധ മേഖലയിലെ മാറ്റം ലെയർഡ് ഡിഫൻസ് അഥവാ ബഹുതല പ്രതിരോധ സംവിധാനമാണ്. സമുദ്രത്തിനടിയിലെ മൈനുകൾ, കടൽ ഉപരിതലത്തിലെ ബോട്ടുകൾ, ആകാശത്തെ ഡ്രോണുകൾ എന്നിവയെ ഒരേ സമയം നേരിടാൻ കഴിയുന്ന തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങളെ കോർത്തിണക്കുന്നതാണ് പുതിയ സാങ്കേതിക വിദ്യ. ഇസ്രായേൽ തങ്ങളുടെ അയൺ ഡോം സാങ്കേതിക വിദ്യയുടെ നാവിക പതിപ്പായ സീഡം കൂടുതൽ ശക്തിപ്പെടുത്തുകയും കപ്പലിന് നേരെ വരുന്ന ആക്രമണങ്ങളെ തകർക്കാൻ ലേസർ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആണെങ്കിലും യുദ്ധം തുടർന്നാൽ ഇതുവരെ കാണാത്ത സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് വെടിനിർത്തലുണ്ടായാലും യുദ്ധവിരാമം സംഭവിച്ചാലും ഈ യുദ്ധം ഇവിടെ തീരില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ സായുധ ശക്തികൾ ഒന്നിച്ചു നിന്നിട്ടും ഇറാന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അവ പതറുന്ന ദൃശ്യമാണ് ലോകം കാണുന്നതെന്ന് ലോകമാധ്യമങ്ങൾ തന്നെ എഴുതുന്നു. അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും കൈവശമുണ്ടെന്നത് ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ എപ്പോഴും മതിയാകില്ലെന്ന് ചരിത്രം വീണ്ടും തെളിയിക്കുന്നു. അതാണ് US സൈന്യം വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുന്നത് വൈകിപ്പിക്കുന്നത്. മറുവശത്ത് ഇറാൻ പിന്തുടരുന്നത് അതിജീവനത്തിന്റെ യുദ്ധതന്ത്രം കൂടിയാണ്. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നേരിട്ടതുപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഒളിപ്പോരിലേക്ക് ഇറാൻ ശത്രുക്കളെ വലിച്ചിഴച്ചേക്കാം. അത് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെയും ആഭ്യന്തര രാഷ്ട്രീയത്തെയും ബാധിക്കും. ഇത് കണക്കുകൂട്ടി ദീർഘകാല യുദ്ധത്തിനാണ് ഇറാൻ വീണ്ടും അമേരിക്കയെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സാങ്കേതിക വിദ്യയുണ്ടെങ്കിലും ഭൂമിക്കടിയിലെ നൂറുകണക്കിന് മൈലുകൾ നീളുന്ന ടണലുകളിലും മലനിരകളിലും ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ഒരു ശത്രുവിനെ പൂർണ്ണമായും തോൽപ്പിക്കൽ USനും ഇസ്രായേലിനും അത്യന്തം കഠിനമായ ദൗത്യമായിരിക്കും. ചുരുക്കത്തിൽ ഈ യുദ്ധം ആയുധങ്ങളുടെ കരുത്ത് മാത്രമല്ല, മറിച്ച് ആരുടെ തന്ത്രങ്ങളാണ് കൂടുതൽ ഫലപ്രദമാകുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഭാവി. ബിസിനസ്സുകാരനായ ട്രംപിന് വിപണിയെ എങ്ങനെ നന്നാക്കാമെന്നും നാശമാക്കാമെന്നും നന്നായി അറിയാം. അതുകൊണ്ട് ട്രംപിൻ്റെ നീക്കങ്ങളെ അളക്കുക അത്ര എളുപ്പമാകില്ല.